കണ്ണമാലി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവത്തിന് തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഏപ്രിൽ 6-ന് പകൽപൂരം, താലം വരവ് എന്നിവയോടെ സമാപിക്കും. 400 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നു പോലും ഭക്തജനങ്ങൾ എത്താറുണ്ടെന്ന് ഭാരവാഹികൾ. അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നായ കണ്ണമാലി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പൊലി ഉത്സവത്തിന് തുടക്കമായി. മഹേശ സർവ ലങ്കാര ദീപ്ത സരസിജ നിലയോ വ്യാക്ര ചർമാർത്ഥ. കലശപൂജ, സർവൈശ്വര്യ പൂജ, ദണ്ഡ് നിവേദ്യം, കളംപാട്ട്, പകൽപൂരം, താലം വരവ്, കൈകൊട്ടിക്കളി, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി തുടങ്ങിയവയാണ് ഉത്സവത്തോടനുബന്ധിച്ച പ്രധാന പരിപാടികൾ. ക്ഷേത്രം തന്ത്രി സന്തോഷ്, മേൽശാന്തി കണ്ണൻ ശോഭനം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉത്സവ നാളുകളിൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരിക്കും. 400 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ മിഥുനമാസത്തിലെ അനിഴം നാളിലാണ് പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. കൂടാതെ എല്ലാ മാസവും ആയില്യം പൂജയും ജനുവരി ആദ്യ ഞായർ പൊങ്കാല ആഘോഷവും നടക്കുമെന്നും ദൂരസ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഉത്സവ ദിവസങ്ങളിൽ അല്ലാതെ നടക്കുന്നത് ക്ഷേത്ര ചടങ്ങുകൾ എന്ന് വെച്ചാൽ എല്ലാ മാസവും ഇവിടെ ആയില്യം പൂജയുണ്ട്. ഈ ദേവിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ദേവിയുടെ ആ സ്ഥാനം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ സർപ്പങ്ങൾക്കാണ് ഇവിടുത്തെ സ്ഥാനങ്ങൾ. അതുകൊണ്ട് ഇവിടെ എല്ലാ മാസവും ആയില്യം പൂജ ഇവിടെ കൃത്യമായി നടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഈ ദേവിയുടെ കടമ്പായസം, കടമ്പായസമാണ് ഇവിടുത്തെ വഴിപാട്. ദേവിക്ക് ഏറ്റവും വലിയ ഒരു വഴിപാടായിട്ട് ഭക്തജനങ്ങൾ അർപ്പിക്കുന്നു കടമ്പായസം. പിന്നെ അന്നദാനം, മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച അന്നദാനം നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രതിഷ്ഠാദിനം വരുന്നുണ്ട്. മിഥുനമാസത്തിലെ അനിഴ നക്ഷത്രത്തിലാണ് ആ പ്രതിഷ്ഠാദിനം ഇവിടെ ആചരിച്ചു പോരുന്നത്. പിന്നെ ജനുവരി ആദ്യ ഞായറാഴ്ച നമ്മൾ പൊങ്കാല ആഘോഷിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാൽ ഗൗഡസ്വാദ ബ്രാഹ്മണർ ഗോവയിൽ നിന്ന് പോകുന്ന കാലത്ത് അവരുടെ ആശ്രിതരായിട്ട് ഞങ്ങളുടെ കാരണവന്മാരെ 400 വർഷം മുമ്പ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ സമുദായത്തിന് വെച്ച് ആരാധിക്കണം. ഈ ഗുഗണി സമുദായക്കാരുടെ ആശ്രിതരായിരുന്നു. അവർക്ക് വേണ്ട ജോലികളൊക്കെ ചെയ്തു കൊടുത്തും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തും പോകുന്ന ഒരു കുടുംബമാണ് ഞങ്ങളത്. അവർക്ക് വേണ്ട ക്ഷേത്രത്തിന് വേണ്ടി അവർ ഗൗഡസാരസ്വത ബ്രാഹ്മണർ 400 വർഷം മുമ്പ് പണിയിച്ച ക്ഷേത്രമാണ്. ഞങ്ങൾക്ക് തന്ന ഒരു അവകാശം പോലെ ഞങ്ങളത് കൈകാര്യം ചെയ്തു. ഇന്ന് വരെ മുടക്കം വരുത്താതെ വളരെ ഭംഗിയായിട്ട്. ഞങ്ങൾ തുടക്കത്തിൽ ഒരു 7 കുടുംബമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങളുമായിട്ട് പല കരകളിലുള്ള ആളുകളും നമ്മളോട്ട് സഹകരിക്കുന്നുണ്ട്. ദേവിയുടെ മഹോത്സവമാണ്. ഏപ്രിൽ 4, 5, 6 തീയതികളിൽ ആദ്യത്തെ ദിവസം തന്നെ തന്ത്രിയുടെ പൂർവ്വ കർമാവിത്യത്തിൽ കലശം നടന്നു വരുന്നു. തുടർന്ന് പ്രസാദകൂട്ട്, ഉച്ചക്ക് 12 മണിക്ക് ശേഷം പ്രസാദകൂട്ടും, വൈകിട്ട് ദീപാരാധനയും കലാപരിപാടികളും 1-ാം ദിവസം. 2-ാം ദിവസം കളമ്പാട്ടാണ് പ്രാധാന്യം. 2-ാം ദിവസം ഋഷിയടക്കൽ കളമ്പാട്ട് പ്രാധാന്യം. ഗണ്ഡകണ്ഠന് എഴുന്നള്ളിപ്പ്. അങ്ങനെ ക്ഷേത്ര ചടങ്ങുകൾ മാത്രം അന്ന് 2-ാം ദിവസം ഉൾക്കൊള്ളിക്കുന്നു. 3-ാം ദിവസം മഹോത്സവ ദിവസം ക്ഷേത്ര ചടങ്ങുകൾ പതിവ് പോലെ തന്നെ അന്ന് വൈകിട്ട് പകൽപൂരം, പിന്നെ കലാപരിപാടികൾ. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ 3 ദിവസ ദേവിയുടെ ഉത്സവം ക്ഷേത്ര ഭരണസമിതി ഒരു മാസത്തോളം മുമ്പ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. TV രാജേഷ്, TA അനിൽകുമാർ, KU ബാബു, KN ലൗജൻ, കുമാരി സിദ്ധാർത്ഥൻ എന്നിവരടങ്ങുന്ന ഭരണസമിതിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എന്തായാലും കുറെ പറഞ്ഞു ശരിക്കല്ലേ, ഇത് കുടിച്ചോ. 59 രൂപയുള്ളൂ. ആ ചെറിയ പെരുന്നാളിന് വലിയ ഓഫർ. ദ സ്വൽട്ട് ഹൈപ്പർ മാർക്കറ്റ്, കൊച്ചി.